പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NS+2 ഹ്യൂമാനിറ്റീസിൻ്റെ സോഷ്യോളജിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. ഓപ്ഷണൽ മൊഡ്യൂളിൽ വരുന്ന 33A ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ലിംഗവിവേചനവും ലിംഗസമത്വം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലിലും മാറ്റങ്ങളുണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിൽ നിന്ന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ആ 60%ത്തിൽപ്പെട്ട ചാപ്റ്ററുകളാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവസാന ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുമോ, എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അത്തരം ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതുന്നത്. ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേ ചാപ്റ്റേഴ്സ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഗൈഡിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഗൈഡ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ വായിച്ച് അർത്ഥം മലയാളത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്. ഇന്നത്തെ വീഡിയോയിൽ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 4 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. 1 മാർക്കിന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ? ഡിസ്കസ് ഇറ്റ്സ് കോസ്. എന്താണ് ലിംഗവിവേചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ലിംഗപരമായ വിവേചനം എന്നത് വളരെ സൂക്ഷ്മവും ഗൗരവമായ ഒരു സാമൂഹിക അനീതിയാണ്. സ്ത്രീയാണ് എന്ന ഒറ്റ കാരണത്താൽ മറ്റെല്ലാ യോഗ്യതകളും ഉണ്ടെന്നിരിക്കണം അവരെ തഴയുന്ന സാമൂഹ്യ പ്രവണതയാണ് ലിംഗപരമായ വിവേചനം. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങളിലും കുടുംബത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളിലും പുരുഷന്മാർ മേധാവിത്വം നേടിയെടുക്കുകയും സ്ത്രീകൾ തടയപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവണതക്കാണ് ലിംഗപരമായ വിവേചനം എന്ന് പറയുന്നത്. രണ്ടാമത്, എക്സ്പ്ലെയിൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ലിംഗപരമായ വിവേചനം കാണപ്പെടുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് വിവരിക്കാനാണ്. ലിംഗപരമായ വിവേചനം കാണുന്ന ഒന്ന് കുടുംബത്തിലാണ്, ഫാമിലിയിൽ നിന്നാണ്. കുടുംബത്തിൽ നിന്നാണ് ലിംഗവിവേചനം ആരംഭിക്കുന്നത്. കുടുംബത്തിൽ പുരുഷൻ ഗൃഹനാഥനും പ്രധാന വരുമാന സ്രോതസ്സുமான സ്ത്രീ 2ാം സ്ഥാനവും പുറന്തള്ളുന്നുണ്ട്. വീട്ടുപണിയിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഒതുങ്ങിപ്പോകുന്നു. കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ജോലിഭാരം വഹിക്കുന്ന സ്ത്രീകളാണ്. എന്നാൽ അവരുടെ സേവനം വേതനരഹിതമാണ്. ഇവരുടെ മേഖല കുടുംബത്തിനകത്ത് മാത്രമായി പലപ്പോഴും പരിമിതപ്പെടുന്നുണ്ട്. 30% സ്ത്രീകൾ മാത്രമാണ് പുരുഷനോടൊപ്പം സാമ്പത്തിക മേഖലയിൽ പങ്കാളിയാകുന്നത്. കുടുംബമാണ് വിവേചനത്തിന്റെ ആദ്യത്തെ ഉറവ്. അത് പിന്നെ സമൂഹത്തിലേക്കും മതത്തിലേക്കും സാമൂഹ്യ ആചാരത്തിലേക്കും കൈമാറുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് മതമാണ്. മതങ്ങൾ ലിംഗപരമായ വിവേചനത്തിലുള്ള ഉറവിടമാണ്. മതഗ്രന്ഥങ്ങളിൽ സ്ത്രീകൾ ആദരിക്കപ്പെടേണ്ടവളാണ് എന്ന് ഒരുപാട് തവണ ആവർത്തിച്ചു പറയുന്നു. എന്നാൽ ഇതേ ഗ്രന്ഥങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ സ്ത്രീകൾക്കെതിരെ സാമൂഹിക അനാചാരങ്ങൾ നിലവിലുണ്ട്. പിന്നെ മൂന്നാമത് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം എല്ലാ തരത്തിലുള്ള സ്ത്രീ വിവേചനവും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് പുറന്തള്ളാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖല പലപ്പോഴും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നെഗറ്റീവ് ഇമേജാണ് നൽകുന്നത്. പിന്നെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമ്പത്തിക സ്ഥാപനമാണ്. സ്ത്രീകൾ പൊതുവെ ഗാർഹിക ജോലികൾ മാത്രം വ്യാപാരിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ജോലി പുരുഷന്മാരുടെ ജോലി എന്നിങ്ങനെ തരംതിരിവും സാമ്പത്തിക മൂലാധിഷ്ഠിത ചിന്താഗതികൾ ശക്തിപ്പെടുന്നു. പുരുഷൻ കുറെ കൂടി സംഘടിതനും സ്ത്രീകൾ അസംഘടിതനുമായി മാറുന്നു. സ്ത്രീകൾ വീട്ടുജോലികൾക്ക് പുറമെ മറ്റു ജോലികൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ.
നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തോളം സ്ത്രീകൾക്ക് വിവേചനം അനുഭവപ്പെടുന്നുണ്ട്. അധികാരം കൈകാര്യം ചെയ്യാനുള്ള അനുഭവപാഠം സ്ത്രീകൾക്ക് കുറവാണ്. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഫെമിനിസം? എന്താണ് ഫെമിനിസം? സ്ത്രീപക്ഷാപാതം എന്ന് പറഞ്ഞാൽ സ്ത്രീപക്ഷാപാതം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം, സമഭാവന, ബോധവൽക്കരണ പ്രവർത്തനം എന്നിവ നടത്തുകയും സ്ത്രീകൾ പൊതുവെ അടിച്ചമർത്തുകയാണെന്നും ചൂഷണം ചെയ്യപ്പെടുകയാണെന്നുള്ള അവബോധം സ്ത്രീകളിൽ വളർത്തുകയും അതോടൊപ്പം തന്നെ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി സ്ത്രീകൾ തന്നെ മുൻകൈ എടുക്കണമെന്നും ആഹ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്ര വീക്ഷണത്തെയും പ്രവർത്തനങ്ങളെയും സ്ത്രീപക്ഷാപാതം എന്ന് പറയാം. ഇത്തരം ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ സംഘടിപ്പിക്കുകയും ചെയ്തു. സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല, എന്നാൽ സമൂഹ മനസാക്ഷി ഉയർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 4ാമത്തെ ചോദ്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ എക്സാമ്പിൾ ആണ്. സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണ സഹിതമാണ്. ലിംഗഭേദം, ലിംഗപദവി, ലൈംഗികത എന്നിവ തമ്മിലുള്ള വ്യത്യാസത്തെ തിരിച്ചറിഞ്ഞാൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സാമൂഹിക ധർമ്മങ്ങൾ മനസ്സിലാക്കാനും സ്ത്രീ പുരുഷ ജീവശാസ്ത്രമായി വ്യത്യസ്തങ്ങളായ 2 വിഭാഗങ്ങളെ സൂചിപ്പിക്കാനാണ് സെക്സ് എന്ന പദം ഉപയോഗിക്കുന്നത്. ഓരോ ലിംഗത്തിൽപ്പെട്ടവർക്കും സംസ്കാരം കൽപ്പിച്ചു നൽകുന്ന മനോഭാവങ്ങളെയും ശീലങ്ങളെയും ജെൻഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അടുത്ത ചോദ്യം, ലാസ്റ്റ്, വാട്ട് ഈസ് ജെൻഡർ ഇക്വാലിറ്റി? എന്താണ് ലിംഗസമത്വം? സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും വ്യത്യസ്തങ്ങളായ പ്രവൃത്തികളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2 വ്യക്തിത്വങ്ങൾ എന്ന നിലക്ക് അവരുടെ കഴിവുകളും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വ്യത്യസ്തപരമാണ്. സ്ത്രീകളും പുരുഷനും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് സമൂഹം അനുശാസിക്കുന്ന സ്ത്രീ പുരുഷ വിഭിന്നതയാണ് ലിംഗവ്യവസ്ഥയുടെ അടിസ്ഥാനപരമായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ചോദിക്കാവുന്നതാണ്. NSൻ്റെ SSLC +2 അഡ്മിഷന്, ഡിഗ്രി PG അഡ്മിഷനൊക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ കൊടുക്കുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.